ഹായ്, ഗുഡ് മോർണിംഗ്. ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ പ്രീ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ്. ഗ്യാമറ്റോജെനിസിസ് പഠിച്ചു, പോളിനേഷൻ ഗ്യാമി ട്രാൻസ്ഫറിന് വേണ്ടി നടക്കുന്നതായിട്ട് പഠിച്ചു. പിന്നെ ആൻജിയോസ്പേമിൻ്റെ പ്രത്യേകതയായ ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞു. ഡബിൾ ഫെർട്ടിലൈസേഷന് സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ എന്നിങ്ങനെ 2 ഫ്യൂഷൻസ് നടക്കുന്നുണ്ട്. ഈ 2 ഫ്യൂഷൻസ് റിസൾട്ട് ചെയ്യുന്നത് 2 സെല്ലാണ്. ഒന്ന് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടും മറ്റൊന്ന് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസുമാണെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? സോ അതിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് അടുത്ത ടോപ്പിക്കിലേക്ക്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വരെ ചില പാർട്ടുകൾ ആവശ്യമുള്ളൂ. അതായത് നോൺ എസെൻഷ്യൽ വേൾഡ്സ്, കാലിക്സ്, കൊറോള, ദെൻ ആൻഡ്രീഷ്യം. ഇത്രയും കാര്യങ്ങൾ, നോൺ എസെൻഷ്യൽ വേൾഡ്സും പിന്നെ എസെൻഷ്യൽ വേൾഡിലെ ആൻഡ്രീഷ്യവും പിന്നീട് ആവശ്യമില്ല. കാരണം എന്താ? പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ആന്തറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകും. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലാണ്, ഗൈനീഷ്യത്തിലാണ്. സോ ദാറ്റ് വിൽ റിമൈൻ. അപ്പോൾ ഇനി എന്തൊക്കെ ചേഞ്ചാണ് നടക്കുന്നത് നോക്കാം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? 1. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. 2. എംബ്രിയോ ഡെവലപ്മെൻറ്റ്. 3. മെച്ചുറേഷൻ ഓഫ് ഓവ്യൂൾസ് ഇൻറ്റു സീഡ്സ്. മെച്ചുറേഷൻ ഓഫ് ഓവറി ഇൻറ്റു ഫ്രൂട്ട്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ്? എംബ്രിയോ, എൻഡോസ്പേം, അതുപോലെ ഓവ്യൂൾ സീഡായി മാറുന്നു, ഓവറി ഫ്രൂട്ടാകുന്നു. ഇതിൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എൻഡോസ്പേം ഡെവലപ്മെൻറ്റാണ്. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇതൊരു പ്രീ ഫെർട്ടിലൈസേഷൻ സ്റ്റേജിലുള്ള ഓവ്യൂളാണ്. ഇത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞുള്ള ഓവ്യൂളാണ്. ഇവിടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല. ഇത് സെൻട്രൽ സെല്ലാണ്. സെൻട്രൽ സെല്ല് ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആകുന്നു. ഇവിടെ സൈഗോട്ട് ഉണ്ടാകുന്നു. ഇനി ഈ സൈഗോട്ടാണ് എന്തായി മാറേണ്ടത്? എംബ്രിയോ ആയി മാറേണ്ടത്. എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് എൻഡോസ്പേമായി മാറേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നാം ഇത് രണ്ടും ഒരേ സമയം ഡെവലപ്പ് ചെയ്യുമെന്ന്. എന്നാൽ ഒരു പടി മുമ്പേ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എൻഡോസ്പേം ഡെവലപ്മെൻറ്റാണ് തുടങ്ങുക. കാരണം ആഹാരം വേണ്ടേ? വളരുന്ന എംബ്രിയോ സീഡിനകത്ത് സീഡായിട്ടാണ് എംബ്രിയോ കിടക്കുന്നത്. ആ എംബ്രിയോ ഫ്രൂട്ടായി മാറി ഫ്രൂട്ടിൽ സീഡുണ്ടായി. ആ സീഡ് ചിലപ്പോൾ ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാണ്. ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ വളരണം, അത് എംബ്രിയോ ആയി വളരണമെങ്കിൽ, ആ എംബ്രിയോ ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ആഹാരം വേണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആഹാരമാണ് ആദ്യം സംഭരിക്കുക. അതുകൊണ്ട് ആദ്യം നടക്കുന്നത് എന്താണ്? എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. എങ്ങനെയാണ് എൻഡോസ്പേം ഉണ്ടായത്, അല്ലെങ്കിൽ എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായത് എന്നോർത്ത് നോക്കി. നമ്മൾ പറഞ്ഞു ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 ഫ്യൂഷൻസ് ഉണ്ടെന്ന്. ഒന്ന് സിംഗമി, മറ്റൊന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി എന്ന് പറയുന്നത് ഒരു മെയിൽ ഗ്യാമീറ്റ് ഒരു ഫീമെയിൽ ഗ്യാമീറ്റുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന ഫ്യൂഷനാണ്. അവിടെ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയെ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഉണ്ടായത്. അതേസമയം സെൻട്രൽ സെൽ ഓൾറെഡി അതിന് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആണുള്ളത്. ആ സെൻട്രൽ സെല്ലിനോട് ഒരു സ്പേം സെൽ ഫ്യൂസ് ചെയ്തപ്പോൾ ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായി. PEN എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറഞ്ഞത്. ഈ ഒരു സെല്ല് ഇപ്പോൾ ഡിപ്ലോയിഡ് അല്ല, ട്രിപ്ലോയിഡാണ്. ഒറ്റ സെല്ലേ ഉള്ളൂ. പക്ഷേ ആ ഒരു സെല്ല് ഡിവിഷൻ നടക്കും. ഡിവിഷൻ പല രീതിയിൽ നടക്കാം. സാധാരണഗതിയിൽ ഈ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ് അതിൻ്റെ ന്യൂക്ലിയസിന് മാത്രം ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനായി മാറാം.
ആ ഒരൊറ്റ സെല്ലിനുള്ളിൽ തന്നെ മെനി ന്യൂക്ലിയായി മാറുക. ചിലപ്പോൾ അങ്ങനെ മെനി ന്യൂക്ലിയായിട്ട് തന്നെ റിമൈൻ ചെയ്യാം. അല്ല എങ്കിൽ ഒരു ലേറ്റർ സ്റ്റേജിൽ അത് സെല്ലുലാറായിട്ട് സെൽ വാൾ ഫോം ചെയ്ത് സെല്ലായി മാറാം, അല്ലെങ്കിൽ സെല്ലുലാർ ഒരു രീതിയായിട്ട് മാറാം. അത് ഒരു വിധമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എൻഡോസ്പേം ഡെവലപ്മെൻറ്റാണ്. അതിനെ ന്യൂക്ലിയർ ടൈപ്പ് എന്ന് പറയും. സോ ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, എൻഡോസ്പേം ഡെവലപ്മെൻറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അതിലെ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു, മൈറ്റോസിസ് നടക്കുന്നു. മൈറ്റോസിസ് നമ്മൾ സാധാരണ എപ്പോഴും പറയാറുണ്ട്, ഓരോ മൈറ്റോട്ടിക് ഡിവിഷനിലും ന്യൂക്ലിയസ് ഓരോ തവണ ഡിവൈഡ് ചെയ്യുമ്പോഴും അതിനോടൊപ്പം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് സെല്ലുണ്ടാകുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും വിതൗട്ട് ഫോമിങ് സെൽ വോൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. അങ്ങനെ വരുമ്പോൾ ഒരു സെല്ലിനകത്ത് തന്നെ നിറയെ ന്യൂക്ലിയുള്ള കണ്ടീഷനില്ലേ, അങ്ങനെ എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് വിളിക്കാം. എക്സാമ്പിൾ എന്ന് നോക്കിയേ, മെയ്സ്, റൈസ്, ബാർലി, വീറ്റ്, ഇതൊക്കെ ന്യൂക്ലിയർ എൻഡോസ്പേമിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന ട്രിപ്ലോയിഡ് സെൽ, അതിലെ ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. ഒരു ന്യൂക്ലിയസ് രണ്ടായി, അതിനെ തുടർന്ന് തന്നെ സെൽ വാൾ ഫോം ചെയ്ത് 2 സെല്ലായി മാറുന്നു. അങ്ങനെ ഓരോ തവണ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുമ്പോഴും കൂടെ സെൽ വാൾ ഫോർമേഷനും നടക്കുന്നു. അങ്ങനെ സെല്ലുലാർ രീതിയിലാണ്, അല്ലെങ്കിൽ സെൽ വാൾ ഫോം ചെയ്യുന്നത് കൊണ്ട്, സെൽസായി മാറുന്നത് കൊണ്ട് അത്തരം എൻഡോസ്പേം ഡെവലപ്മെൻറ്റിനെ എന്ത് വിളിക്കുന്നു, സെല്ലുലാർ എൻഡോസ്പേം. അതിന് എക്സാമ്പിളാണ് ഡെറ്റ്യൂറ, പെറ്റ്യൂണിയ. ഇതൊക്കെ ഡെറ്റ്യൂറ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉമ്മം, ഒരു വിഷക്കായുള്ള ഒരു ചെടിയാണ് ഉമ്മം, കേട്ടിട്ടുണ്ടോ? പെറ്റ്യൂണിയ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഗാർഡൻ പ്ലാന്റ് ആണ്, വളരെ സോഫ്റ്റ്, ഒരു എന്താ പറയുക, തൂക്കിയിട്ടിട്ട് വളർത്താവുന്ന ചെടിയാണ്. നല്ല ഫ്ലവേഴ്സ് ഉണ്ട് പെറ്റ്യൂണിയ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമതൊരു ടൈപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല, ഇത് രണ്ടും, അതായത് ഈ 2 രീതികളും കൂടി കാണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ന്യൂക്ലിയർ ടൈപ്പും സെല്ലുലാർ ടൈപ്പുമാണത്. ഹീലോബിയൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, കോക്കനട്ട്. ഇനി എന്താണ് ഹീലോബിയൽ ടൈപ്പ് എന്ന് നോക്കാം. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന ഒറ്റ ന്യൂക്ലിയസ് ആദ്യം ഒരു മൈറ്റോസിക് ഡിവിഷൻ നടന്ന് 2 സെല്ലുണ്ടാകുന്നു. അപ്പോൾ അവിടെ ഡിവിഷൻ ഏത് രീതിയായി, സെല്ലുലാർ. ഇനി അതിൽ ഒരു സെല്ല് ന്യൂക്ലിയർ ടൈപ്പ് ഡിവിഷൻ നടക്കുന്നു, അതർ സെല്ല് സെല്ലുലാർ ടൈപ്പ് ഡിവിഷൻ നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരു സെല്ല് ന്യൂക്ലിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയായി, അതിനിടയിൽ ഒരു സെൽ വാൾ ഉണ്ടായി, അങ്ങനെ 2 സെല്ലായി. ആ 2 സെല്ലിൽ ഒരു സെല്ലിൽ ന്യൂക്ലിയസ് വാൾ ഫോം ചെയ്യാതെ മെനി ന്യൂക്ലിയായി മാറുന്നു. അതർ സെല്ലിൽ ഓരോ ന്യൂക്ലിയർ ഡിവിഷനെ തുടർന്നും സെൽ വാൾ ഫോം ചെയ്യുന്നു. ഓക്കെ. ഇനി ഈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന സെല്ലിൽ മറ്റേടത്ത് ഓരോ തവണയും ഡിവിഷൻ നടക്കുന്നതനുസരിച്ച് സെൽ വാൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്ന സെല്ലിലെ ന്യൂക്ലിയകളെല്ലാം കൂടി ആ വലിയ സെല്ലിനുള്ളിൽ ഒരു സമയം കഴിയും തോറും അതിൻ്റെ ന്യൂക്ലിയകളെല്ലാം ആ വാളിനോടടുത്തേക്ക് അറേഞ്ച് ചെയ്ത് നടുക്കൊരു സ്പേസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ക്യാവിറ്റി ഉണ്ടാകുമെന്ന് പറയും. തുടർന്ന് ഈ ഓരോ ന്യൂക്ലിയയ്ക്ക് ചുറ്റും സൈറ്റോപ്ലാസം അക്യുമുലേറ്റ് ചെയ്ത് സെൽ വാൾ സെക്രീറ്റ് ചെയ്ത് സെല്ലുലാറായി മാറും. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് സെല്ലുലാറായിട്ട് മാറും. പക്ഷേ തുടക്കത്തിൽ ആ ഒരു സെല്ല് മാത്രം എന്താണ്, ന്യൂക്ലിയർ ടൈപ്പാണ്. ഓക്കെ. സോ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എത്ര തരം ഉണ്ടെന്ന് പറയാം, ന്യൂക്ലിയർ, സെല്ലുലാർ ആൻഡ് ഹീലോബിയൽ ടൈപ്പ്. സോ നമുക്ക് അത് ഓരോന്നും നോക്കാം.
ഇവിടെ ന്യൂക്ലിയർ ടൈപ്പ് എൻഡോസ്പേം ഡെവലപ്മെൻ്റ് ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് 2 ന്യൂക്ലിയായി, മെയിൻ ന്യൂക്ലിയായി, പക്ഷേ സെൽ വോളൊന്നും ഫോം ചെയ്തില്ല. അവസാനം ചിലപ്പോൾ സെൽ വാൾ ഫോം ചെയ്യാം, ലൈക്ക് നമ്മൾ കോക്കനട്ടിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയ ആയിട്ട് തന്നെ നിലനിൽക്കാം. ഇനി സെല്ലുലാർ ടൈപ്പ് എങ്ങനെയാണ്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഒരു തവണ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 2 സെല്ലുണ്ടാകും. പിന്നീട് ഓരോ തവണയും ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് സെല്ലുലാറായിട്ട് അല്ലെങ്കിൽ സെൽസായിട്ട് മാറുന്നു. അങ്ങനെ ഒരു മൾട്ടി സെല്ലുലാർ ടിഷ്യൂ ഉണ്ടാകുകയാണ് എൻഡോസ്പേം. ഇത് സെല്ലുലാർ ടൈപ്പ് ഓഫ് എൻഡോസ്പേം. ഓക്കെ. ഇനി ഹീലോബിയൽ ടൈപ്പിൽ എന്താ വ്യത്യാസം? നോക്കിയേ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിന് 2 ന്യൂക്ലിയകൾക്കിടയിലായിട്ട് സെൽ വാൾ ഫോം ചെയ്യുന്നു. അപ്പോൾ സെല്ലുലാർ ടൈപ്പായി. ഇനി അതിലെ ഒരു സെല്ല് ഓരോ തവണ അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുമ്പോഴും സെൽ വാൾ ഫോം ചെയ്ത് സെല്ലുലാറായിട്ട് മാറുന്നു. അതർ സെല്ല് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയി മാറുന്നു. സമയം കഴിയുന്തോറും ആ മൾട്ടി ന്യൂക്ലിയ എല്ലാം ആ സെല്ലിൻ്റെ സെൽ വാളിനടുത്തേക്ക് അക്യുമുലേറ്റ് ചെയ്യുകയും നടുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ക്യാവിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഓപ്പൺ ക്യാവിറ്റിയിൽ നിന്ന് സൈഡിലേക്ക് ഫ്രീ ന്യൂക്ലിയൈ മൂവ് ചെയ്യും. സൈഡ് വൈസ് അവ സെൽ വാൾ ഫോം ചെയ്ത് ഇങ്ങനെ സെല്ലുലാറായി മാറും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, മിക്സഡ് ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻ്റ് എന്ന ഹീലോബിയൽ ടൈപ്പിനെ പറഞ്ഞത്. ഓക്കെ. ഇനി നമ്മൾ ഒന്നുകൂടി നോക്കാം. എന്താ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ, ഇവിടെ സെൽ വാൾ ഫോം ചെയ്യുന്നു. ഇവിടെ ആദ്യത്തേത് ഒരു തവണ സെല്ലുലാർ ഡിവിഷൻ നടന്ന് ചിലപ്പോൾ 2ഉം ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ തന്നെ നടക്കാം. ചിലപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തില്ല എന്നും വരാം. അങ്ങനെയും കേസസ് പറയുന്നുണ്ട്. ഓക്കെ. എന്താന്ന് നോക്കാം. ന്യൂക്ലിയർ എൻഡോസ്പേം. ഇൻ ദിസ് ടൈപ്പ് ദ സെൽ ഡിവിഷൻ ആർ ഫ്രീ ന്യൂക്ലിയർ where each cell division is not followed by the formation of cell wall. They may or may not form cell wall towards later stages. ചിലപ്പോൾ വാൾ ഉണ്ടാകാം, ഉണ്ടായില്ലെന്നും വരാം. With the cell divisions, the nuclei are pushed towards the periphery of the sac, giving rise to a large vacuole in the center. This type of endosperm is mostly found in maize, wheat, arachidnut, coconut, etc. അതായത് ഏർലി സ്റ്റേജിൽ കോക്കനട്ടിൽ ആ ഒരു കണ്ടീഷനുണ്ട്. ഏതാണ്? ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. നമുക്കറിയാം, എൻഡോസ്പേം ഓഫ് കോക്കനട്ട് ഗീവ് റൈസ് ടു എ ലാർജ് സെൻട്രൽ വാക്യൂൾ ദാറ്റ് ഗെറ്റ്സ് ഇവൻച്വലി ഫിൽഡ് അപ്പ് വിത്ത് ദ ന്യൂട്രിഷ്യസ് കോക്കനട്ട് വാട്ടർ. അതായത് ടെൻഡർ കോക്കനട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ, വൈറ്റ് കേണലില്ലല്ലോ, വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നീടാണ് അത് സൈഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങുന്നത്, അല്ലേ? സോ ആ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയർ ടൈപ്പ് എൻഡോസ്പേം ആണ്. ഓക്കെ. ഇനി അടുത്തതാണ് സെല്ലുലാർ എൻഡോസ്പേം. ഇൻ ദിസ് ടൈപ്പ് സെൽ വാൾ ഫോർമേഷൻ ഫോളോസ് ഈച്ച് ന്യൂക്ലിയർ ഡിവിഷൻ. ദസ് ദ എൻഡോസ്പേം ഡിവൈഡ്സ് ഇൻ ടു മെനി സെഗ്മെൻറ്റ്സ്. അതിന് എക്സാമ്പിളാണ് പെറ്റ്യൂണിയ, ഡെറ്റ്യൂറ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇവിടെ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്ന ടെൻഡർ കോക്കനട്ട് എന്തെന്ന് നമ്മൾ പറഞ്ഞു? ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ആണ്. ആൻഡ് ദ സറൗണ്ടിങ് വൈറ്റ് കേർണൽ, അതായത് കോക്കനട്ട് മീറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലാർ എൻഡോസ്പേം ആണ്. ആ ലേറ്റർ സ്റ്റേജിലേക്ക് വരുന്തോറും അതിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുകയും അതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. തേങ്ങ മൂത്ത് വരുന്നതിനനുസരിച്ച് വെള്ളം കുറഞ്ഞു വരും. അപ്പോൾ അതെന്തായി മാറുകയാണ്? സെല്ലുലാർ ടൈപ്പായി മാറുകയാണ്. ഓക്കെ. ഇനി ഹീലോബിയൽ എൻഡോസ്പേം എന്താണ്? നമ്മളീ പറഞ്ഞ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ഫോമാണ്. ഇൻ ഹീലോബിയൽ എൻഡോസ്പേം എ സെൽ വാൾ is laid down between the first 2 nuclei, after which one half develops endosperm in cellular pattern and the other in nuclear pattern. ഈ 2 രീതിയും ഉള്ളതുകൊണ്ടാണ് എന്ത് വിളിച്ചത്? ഹീലോബിയൽ എൻഡോസ്പേം. ഇത് സാധാരണ കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിലാണ്. മോണോകോട്ട് ഫാമിലിയാണ്, അലിസ്മെറ്റെയിൽസ് എന്ന് പറയും. ഇനി നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോക്കനട്ട് എടുത്ത് പറയാം. എൻഡോസ്പേം മൾട്ടി സെല്ലുലാർ എൻഡോസ്പേം ആണ്. അതിൻ്റെ ഔട്ടർ പാർട്ട് ഫ്രീ ന്യൂക്ലിയർ ആണ്. ഔട്ടർ പാർട്ട്
സെല്ലുലാറാണ്. സെൻട്രൽ, അതായത് അതിലെ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ടൈപ്പാണ്. ഓക്കെ, അത് തന്നെ ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. എൻഡോസ്പേം ട്രിപ്ലോയിഡ് എൻഡോസ്പേമാണ്. അത് പിന്നെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നാൽ ന്യൂക്ലിയർ ടൈപ്പ്, അല്ല സെൽ ഫോം ചെയ്യുന്നെങ്കിൽ സെല്ലുലാർ ടൈപ്പ്, മിക്സഡ് ടൈപ്പ് ആണെങ്കിൽ ഹീലോബിയൽ ടൈപ്പ്. ഓക്കെ, എത്ര ഡിവിഷൻ നടന്നാലും അതിൻ്റെ ട്രിപ്ലോയിഡ് നേച്ചർ മാറില്ല, ട്രിപ്ലോയിഡായിട്ട് തന്നെ നിലനിൽക്കും. ഇനി നമ്മൾ പറയുന്നത് എൻഡോസ്പേമിൻ്റെ ഫങ്ഷൻസ് ആണ്. നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. എൻഡോസ്പേം സ്റ്റോർ ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നിടം വരെ സീഡിന് എന്ത് വേണം? ആഹാരം വേണം. പുറത്തുനിന്ന് കിട്ടാൻ മാർഗ്ഗമില്ല, അതിനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ടിഷ്യൂ ആണ് എൻഡോസ്പേം. സോ എൻഡോസ്പേമിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എൻഡോസ്പേം ഈസ് എ മൾട്ടി സെല്ലുലാർ ടിഷ്യൂ. എന്ത് ടിഷ്യൂ? മൾട്ടി സെല്ലുലാർ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ഫോംഡ് by the mitotic division of primary endosperm nucleus. Okay, നമ്മൾ പറഞ്ഞു എൻഡോസ്പേം ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. ഈ ന്യൂട്രിഷൻ ഒരു സീഡ് അതിൻ്റെ മെച്യൂർ ആകുന്ന സ്റ്റേജ് വരെ ആ എൻഡോസ്പേം ചിലപ്പോൾ നിലനിർത്താം, ചിലപ്പോൾ അങ്ങനെയല്ല, ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് സീഡ് മെച്യൂർ ആകുന്നതിന് മുമ്പ് തന്നെ ആ എൻഡോസ്പേം കൺസ്യൂം ചെയ്യാം. സീഡിൻ്റെ എംബ്രിയോ വളരാൻ തന്നെയാണ് ഉപയോഗിക്കുക, പക്ഷെ അത് ചിലപ്പോൾ സീഡിൻ്റെ മെച്യൂറേഷൻ വരെ, അല്ലെങ്കിൽ സീഡ് പിന്നെ പൂർണ്ണ വളർച്ചയെത്തി അത് ഡിസ്പേഴ്സ് ചെയ്യുന്ന വരെയൊന്നും ചിലപ്പോൾ, അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യുന്ന വരെയൊന്നും ചിലപ്പോൾ ആ രൂപത്തിൽ എൻഡോസ്പേമായിട്ട് കാണണമെന്നില്ല. അപ്പോൾ 2 തരം സീഡാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഒന്ന് ബീൻ സീഡാണ്, മറ്റൊന്ന് കാസ്റ്റർ സീഡാണ്. ഇതിൽ രണ്ടിലും വ്യത്യാസമുണ്ട്. എൻഡോസ്പേം ചില സീഡ്സിൽ, അതായത് പീ, ഗ്രൗണ്ട്നട്ട്, ബീൻസ് ഇവയിലൊക്കെ സീഡ് മെച്യൂർ ആകുന്നതിന് മുമ്പ് തന്നെ സീഡിനകത്തെ എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടി എൻഡോസ്പേം യൂസ് ചെയ്യും. അതുകൊണ്ട് ഒരു മെച്യൂർ സീഡ് നോക്കിയാൽ നമുക്കൊരിക്കലും അതിൽ എൻഡോസ്പേം കാണാൻ പറ്റത്തില്ല. മെച്യൂർ സീഡിൽ അപ്പോൾ ആഹാരമില്ലേ? ഉണ്ട്. അപ്പോൾ മെച്യൂർ സീഡാകുമ്പോഴേക്ക് അതിലെ ആഹാരം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുക എവിടെയാണെന്നറിയോ? കോട്ട്ലീഡൻസിലാണ്. ഓക്കെ, എന്നാൽ ചില സീഡിൽ അങ്ങനെയല്ല, സീഡ് മെച്യൂറായി കഴിഞ്ഞും എൻഡോസ്പേം നിലനിൽക്കാം. അത്തരം സീഡ് പെർസിസ്റ്റ് ഇൻ ദ മെച്യൂർ സീഡ്. അതിന് എക്സാമ്പിളാണ് കോക്കനട്ട്, കാസ്റ്റർ, ഇതൊക്കെ. അപ്പോൾ അത് സീഡ് ജെർമിനേഷന് വേണ്ടി വരെ ആ എൻഡോസ്പേമിലെ ഫുഡിനെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. അപ്പോൾ എൻഡോസ്പേം ഉണ്ടാക്കി കഴിഞ്ഞു, ആഹാരം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? അതിനോടൊപ്പം അതിന് തൊട്ട് പുറകെ നടക്കുന്ന, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി കഴിയുമ്പോൾ തുടങ്ങുന്ന ഒരു കാര്യമാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഇനി എന്താണ് എംബ്രിയോ? എംബ്രിയോ ഈസ് എ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട്. ശരിയല്ലേ? സോ നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റായിട്ട് 2 കാര്യങ്ങളിപ്പോൾ പറഞ്ഞു. ഒന്ന് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, ഇനി പറയാൻ പോകുന്നത് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാണ് എംബ്രിയോ ആയി മാറിയത്. സൈഗോട്ട് ഒറ്റ സെല്ലേ ഉള്ളൂ. ആ സെല്ലിന് ഒരു ഡിവിഷൻ നടക്കും. അത് ഒരു അപ്പർ സെല്ലും ഒരു ലോവർ സെല്ലുമായി മാറും. അപ്പർ സെല്ലിനെ ടെർമിനൽ സെല്ലെന്നും ലോവർ സെല്ലിനെ ബേസൽ സെല്ലെന്നും പറയാം. നമുക്ക് അതൊന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ ഓർക്കുക. അതിൽ മൈക്രോപൈലാർ റീജിയനിലാണ് സൈഗോട്ട് ഉണ്ടായത്. ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്തു. ഒരു അപ്പർ സെൽ അല്ലെങ്കിൽ ടെർമിനൽ സെൽ ഉണ്ടാകുന്നു, ഒരു ലോവർ സെൽ അല്ലെങ്കിൽ ബേസൽ സെൽ ഉണ്ടാകുന്നു. അതായത് ആ മൈക്രോപൈലിനോട് അടുത്തുണ്ടാകുന്ന ഏതാണ്? ബേസൽ സെല്ലാണ്. ഈ ബേസൽ സെല്ല്
ബൈ ഫർദർ ഡിവിഷൻ ഒരു ലോങ് സ്ട്രക്ചർ ഉണ്ടാകും. ആ ലോങ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സസ്പെൻസർ. ബേസൽ സെല്ല് സസ്പെൻസറായി മാറി എങ്കിൽ ബാക്കി വന്നത് ഏതാണ്? അപ്പർ സെൽ, ടെർമിനൽ സെൽ എന്ന് പറഞ്ഞാൽ ആ ടെർമിനൽസ് എവിടെയൊക്കെ അടുത്തായിരിക്കും കാണുക? വളർന്നുകൊണ്ടിരിക്കുന്ന എൻഡോസ്പേമിനടുത്തേക്ക് അല്ലേ? സോ ആ അപ്പർ സെല്ലാണ് പ്രോപ്പർ എംബ്രിയോ ആയിട്ട് മാറുക. ഇനി സസ്പെൻസറിൻ്റെ ജോലിയും അതാണ്. ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയെ എൻഡോസ്പേം കൺസ്യൂം ചെയ്യാൻ തക്കവണ്ണം അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് സസ്പെൻസറിൻ്റെ ഡ്യൂട്ടി. ഓക്കെ. സോ ടെർമിനൽ സെല്ലാണ് എന്തായി മാറുന്നതെന്ന് പറഞ്ഞു? എംബ്രിയോ ആയിട്ട് മാറുക. അതായത് സൈഗോട്ട് ആദ്യം ഡിവൈഡ് ചെയ്ത് ലോവർ സെല്ലും അപ്പർ സെല്ലും ഉണ്ടായി. ടെർമിനൽ സെൽ ആൻഡ് ബേസൽ സെല്ല് സസ്പെൻസറായി, അപ്പർ സെല്ല് എംബ്രിയോ എന്ന് പറഞ്ഞു. ആ അപ്പർ സെല്ല് ആദ്യം ഡിവൈഡ് ചെയ്ത് ഒരു ഗ്ലോബുലാർ ഷേപ്ഡ് ടിഷ്യൂ ഉണ്ടാകും. ആ ഗ്ലോബുലാർ ഷേപ്ഡ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് പ്രോ എംബ്രിയോ. അതായത് എംബ്രിയോ ആയി മാറിയിട്ടില്ല, എംബ്രിയോ ആകാൻ പോകുന്നു. അതുകൊണ്ട് അതിനെ വിളിക്കുകയാണ് പ്രോ എംബ്രിയോ. എംബ്രിയോ ആയി മാറണമെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ പാർട്ട് വേണം? റാഡിക്കൽ, പ്ലൂമിയോൾ, കോട്ട്ലിയഡൻസ് ഒക്കെ വേണം. ഇതൊന്നും ആയി മാറിയിട്ടില്ല, ഒരു മാസ് ഓഫ് ടിഷ്യൂ മാത്രമേ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് എന്ത് വിളിക്കുന്നു? പ്രോ എംബ്രിയോ. അപ്പോൾ എന്താണ് പ്രോ എംബ്രിയോ? എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഇൻ ദ ഓവ്യൂൾ ഓഫ് എ ഫെർട്ടിലൈസ്ഡ് ഫ്ലവറിംഗ് പ്ലാന്റ് ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ഫോംഡ് ഇൻ ടു ആൻ എംബ്രിയോ. എംബ്രിയോ ആയി മാറിയിട്ടില്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്. അതെവിടെ കാണുന്നു? ഓവിയൂളിൽ. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഫെർട്ടിലൈസ്ഡ് ഓവിയൂളിനുള്ളിൽ കാണുന്ന എംബ്രിയോ ആയി മാറാൻ പോകുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് പ്രോ എംബ്രിയോ. ആ പ്രോ എംബ്രിയോയുടെ ഷേപ്പ് എന്താണ്? ഗ്ലോബുലാർ. ഇനി ഡൈക്കോട്ടിൽ ഈ എംബ്രിയോ ഗ്ലോബുലാർ ഷേപ്പ് മാറി ഒരു ഹാർട്ട് ഷേപ്ഡായി മാറും. അങ്ങനെ ഹാർട്ട് ഷേപ്പ് ആകാൻ കാരണം അതിൽ റാഡിക്കൽ, പ്ലൂമിയൂളൊക്കെ ഉണ്ടാകും. ഇടയ്ക്ക് കോട്ട്ലീഡൻസും ഉണ്ടാകും. 2 കോട്ട്ലീഡൻ ഉണ്ട് ഡൈക്കോട്ടിൽ. ഈ 2 കോട്ട്ലീഡൻ ചെറിയ റുഡിമെൻ്ററി അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ട്ലീഡൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ഷേപ്പ് എന്ന് വിളിച്ചത്? ഹാർട്ട് ഷേപ്പ്. ഇനി അല്ലാതെ ആ 2 കോട്ട്ലീഡനും വളർന്നു വരുന്നതിനനുസരിച്ച് അതിന് ഒരു പ്രത്യേക ഷേപ്പാകും. അതിനെ ടോർപിഡോ സ്റ്റേജ് എന്നാണ് പറയുക. കുറച്ചുകൂടി നീളം വയ്ക്കും. സ്റ്റെം ടിപ്പിനും റൂട്ട് ടിപ്പിനും ഇടയിലുള്ള ഭാഗമാണ് നീളം വെക്കുന്നത്. അതായത് സ്റ്റെം ടിപ്പ് ഈ കോട്ട്ലീഡൻ ഇടയിലായിപ്പോയി. ആ 2 കോട്ട്ലീഡൻ്റെയും ഇടയ്ക്ക് ഞെരുങ്ങിയിരിക്കുകയാണ്. ഇനി ഈ എംബ്രിയോ എന്ന് പറയുന്ന ഭാഗം, എംബ്രിയോണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അതിൽ റാഡിക്കിൾ വരും, പ്ലൂമിയൂൾ വരും, പിന്നെ കോട്ട്ലീഡൻ വരും. അറിയാം. ഡൈക്കോട്ടിലാണെങ്കിൽ 2 കോട്ട്ലീഡനുണ്ട്, മോണോകോട്ടിലാണെങ്കിൽ ഒറ്റ കോട്ട്ലീഡനേ ഉള്ളൂ. ഈ 2 കോട്ട്ലീഡനുള്ള ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഈ 2 കോട്ട്ലീഡനും ഇടയിലായിട്ട് പ്ലൂമിയൂൾ കാണപ്പെടും. കോട്ട്ലീഡൻ വളരുന്നതനുസരിച്ച് ഈ എംബ്രിയോണൽ ആക്സിസ് അങ്ങ് കർവ് ചെയ്യും. എന്തിനാണ്? ടു ഫിൽ ദ സീഡ്. അതായത് സീഡ് ഡിസ്പേഴ്സലിന് റെഡിയാകുന്ന സമയമാകുമ്പോഴേക്ക് ആ എംബ്രിയോയിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ കോട്ട്ലീഡൻ പാർട്ടാണ് അങ്ങ് വളർന്ന് വലുതാകുക. കാരണം അതിൽ ഫുഡ് സ്റ്റോർ ചെയ്യുകയും കൂടെ ചെയ്യും. ഫുള്ളി കൺസ്യൂം ചെയ്തു പോയി അതിലെ എൻഡോസ്പാമൊക്കെ. അപ്പോൾ ബാക്കി ആഹാരം എവിടെയാണ് സ്റ്റോർ ചെയ്യുക? കോട്ട്ലീഡൻ. അപ്പോൾ കോട്ട്ലീഡൻ വലുതാകും. ആ കോട്ട്ലീഡൻ അവിടെ നീളം വെക്കുന്നതിനനുസരിച്ച് എംബ്രിയോണൽ ആക്സിസ് അങ്ങ് കർവ് ചെയ്യും. That means they become crowded inside the developing seed and are forced to bend. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു എംബ്രിയോ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ സീഡിനകത്ത് അതേ രൂപത്തിൽ കുറച്ച് നാൾ നിലനിൽക്കാം വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ചേഞ്ച്. അതായത് റാഡിക്കലും പ്ലൂമിയൂളിനും എക്സ്റ്റൻഷനൊന്നും ഉണ്ടാകാതെ തന്നെ കുറേയേറെ നാൾ അങ്ങനെ നിലനിൽക്കാം. ആ ഒരു പീരീഡാണ് നമ്മൾ ഡോർമൻസി പീരീഡ് എന്ന് പറയുക.
നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഒരു ഡൈക്കോട്ട് സീഡിൽ അല്ലെങ്കിൽ ഒരു സീഡിനകത്തെ എംബ്രിയോയുടെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ഇതൊരു ഓവ്യൂളാണ്. ഓവ്യൂൾ ഇപ്പോൾ സീഡായി മാറി. കാരണം എന്താ, ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഒരു സസ്പെൻസറും അതുപോലെ ഒരു പ്രോപ്പർ എംബ്രിയോയും കാണാം. ഈ സസ്പെൻസർ എന്ന് പറയുന്ന ഒരു ലോങ് ഒരു ഫിലമെൻ്റഡ് സ്ട്രക്ചറുണ്ട്. ആ സസ്പെൻസറിൻ്റെ ടിപ്പിലാണ് ഈ പ്രോപ്പർ എംബ്രിയോ ആണ്. ആദ്യം അത് ഗ്ലോബുലാറായിരുന്നു, പിന്നെ അത് ഹാർട്ട് ഷേപ്ഡായി, പിന്നെ അത് ടോർപിഡോ സ്റ്റേജ് എന്ന് വിളിക്കും. പിന്നെ വളരുന്നതിനനുസരിച്ച് ആ എംബ്രിയോണൽ ആക്സിസ് കർവ് ചെയ്യുന്നു. ഈ കർവ് ചെയ്ത് കിടക്കുന്ന 2 കോട്ട്ലിയഡിനും ഇടയിൽ ഈ ഭാഗത്താണ് പ്ലൂമ്യൂൾ വരിക, ഈ ഭാഗത്താണ് റാഡിക്കിൾ വരിക. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സൈഗോട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ പ്രോപ്പർ എംബ്രിയോ, പ്രോ എംബ്രിയോ എന്ന് പറയുന്നത് ആദ്യം ഗ്ലോബുലറാണ്, പിന്നെ അത് ട്രയാങ്കുലർ, അത് ഗ്ലോബുലർ, പിന്നീട് അത് ട്രയാങ്കുലർ ആകും, പിന്നെ അത് ഹാർട്ട് ഷേപ്ഡ് ആകും. കാരണം അതിൻ്റെ കോട്ട്ലിയഡൻ വളരുന്നതിനനുസരിച്ച്. ദെൻ കോട്ട്ലിയഡൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ടോർപിഡോ സ്റ്റേജ് എന്ന് വിളിക്കും. ഫുള്ളി വളർന്ന കോട്ട്ലിയഡൻ ആകുമ്പോഴേക്ക് ഇതുപോലെ ഇതിലിവിടെ ഒരു ഷെയ്ഡഡ് പാർട്ട് കാണുന്നുണ്ടല്ലോ. ഈ ഷെയ്ഡഡ് പാർട്ടാണ് എംബ്രിയോണൽ ആക്സിസ്. അതിൻ്റെ എക്സ്ട്രീം എൻഡ് ഇവിടെയാണ്. ഏതാ, ഈ ഭാഗമാണ് പ്ലൂമ്യൂൾ, ഈ ലോവർ എൻഡ് റാഡിക്കിൾ. ഇതിനിടയിൽ ആണ് ഈ 2 കോട്ട്ലിയഡനും കാണുന്നത്. അപ്പോൾ ഈ 2 കോട്ട്ലിയഡനും തങ്ങളിൽ അകന്നിരുന്നാൽ ഈ നടുഭാഗത്താണ് എന്ത്, പ്ലൂമ്യൂൾ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സൈഗോട്ട് 2 സെല്ലായി ഡിവൈഡ് ചെയ്തു. ഒന്ന് സസ്പെൻസറും പിന്നെ ഒന്ന് ഗ്ലോബുലാർ പ്രോ എംബ്രിയോയും, പിന്നെ ഹാർട്ട് ഷേപ്ഡ് പ്രോ എംബ്രിയോ, പിന്നെ ഇതേപോലെ 2 ലോങ് കോട്ട്ലിയഡൻസ് ഉള്ള ഒരു ഡൈക്കോട്ട് എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, ഇത് മോണോക്കോട്ട് എംബ്രിയോ ആണ്. മോണോക്കോട്ട് എംബ്രിയോയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഡൈക്കോട്ടിൽ നിന്ന്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മോണോക്കോട്ട് എംബ്രിയോയിൽ നോക്കിയേ, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 3 സെല്ലുണ്ടാകും. ഒരു അപ്പർ സെല്ല്, ഒരു മിഡിൽ സെല്ല്, ഒരു ലോവർ സെല്ല്. ഈ മിഡിൽ സെല്ലെന്ന് പറയുന്നത് പിന്നെ ബേസൽ സെല്ലെന്ന് പറയുന്നത് സസ്പെൻസറായി മാറും. ഒരു മിഡിൽ സെല്ലുണ്ട്. ആ മിഡിൽ സെല്ല് താഴെയായിട്ട് അല്ലെങ്കിൽ മിഡിൽ സെല്ലിന് മുകളിലായിട്ട്, അതായത് എൻഡോസ്പോമിനോടടുത്ത് കാണുന്ന ടെർമിനൽ സെല്ലാണിത്. ഈ ടെർമിനൽ സെല്ലാണ് പ്രോപ്പർ എംബ്രിയോ ആയിട്ട് മാറുക. എംബ്രിയോ ആയി മാറുമ്പോഴേക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും. അതായത് സസ്പെൻസറിൻ്റെ ടിപ്പിലുള്ള ആ പ്രോപ്പർ എംബ്രിയോ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ എംബ്രിയോയുടെ പ്ലൂമ്യൂൾ പാർട്ട് എന്ന് പറയുന്നത് സൈഡ് വൈസ് ആണ് ഡെവലപ്പ് ചെയ്യുക. ഇതാണ് എനിക്ക് ഡെവലപ്പ് ചെയ്യുന്ന പ്ലൂമ്യൂൾ ഈ ഭാഗത്താണ്. കോട്ട്ലിയഡൻ എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഇങ്ങനെ കാണും. ആ കോട്ട്ലിയഡൻ ഒരു സിംഗിൾ കോട്ട്ലിയഡനാണ് മോണോക്കോട്ടിലുള്ളത്. അതിനെ സ്ക്യൂട്ടെല്ലം എന്ന് പറയും. കാരണം എനിക്ക് ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിൽ കണ്ടിട്ടുള്ളൊരു പടമാണ്. ഈ വർഷത്തെ പുസ്തകത്തിലും കാണാം. സിംഗിൾ കോട്ട്ലിയഡനാണ് സ്ക്യൂട്ടെല്ലം. പിന്നെ ഡൈക്കോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റാഡിക്കിളിനും പ്ലൂമ്യൂളിനും കവർ ചെയ്യുന്ന ഷീത്തുണ്ട്. റാഡിക്കിളിനെ കവർ ചെയ്യുന്ന ഷീത്തിനെ കോളിയോറൈസ് എന്നും പ്ലൂമ്യൂളിനെ കവർ ചെയ്യുന്ന ഷീത്തിനെ കോളിയോപ്റ്റൈൽ എന്നും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഒരു നേർത്ത പ്രോട്ടീൻ ലെയർ കൂടിയുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അലിറോൺ ലെയർ. സോ ഇതാണ് മോണോക്കോട്ട് എംബ്രിയോ. നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ടിപ്പിക്കൽ ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് ഉള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്ലൂമ്യൂളുണ്ട്, കോട്ട്ലിയഡൻസ് ഉണ്ട്, ഹൈപ്പോകോട്ടൈൽ, റാഡിക്കിൾ ആൻഡ് റൂട്ട് ക്യാപ്പ്. ഹൈപ്പോകോട്ടൈൽ മാത്രമല്ല, എപ്പികോട്ടൈലും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എംബ്രിയോണൽ ആക്സിസിൻ്റെ എക്സ്ട്രീം അപ്പർ എൻഡിനെ പ്ലൂമ്യൂളെന്നും ലോവർ എൻഡിനെ റാഡിക്കിൾ എന്നും വിളിക്കും. ഈ 2 എൻഡിനും ഇടയിലായിട്ട് 2 സൈഡിലേക്കാണ് കോട്ട്ലിയഡൻസ് കാണുക. ലാറ്ററലി അറേഞ്ച്ഡ് ആണ് കോട്ട്ലിയഡൻസ്. പക്ഷേ മോണോക്കോട്ടിൽ അങ്ങനെയല്ല, ടെർമിനലി അറേഞ്ച്ഡ് ആണ്. അതുപോലെ കോട്ട്ലിയഡൻ. പിന്നെ ഡൈക്കോട്ട് സീഡ്സിൽ ഈ കോട്ട്ലിയഡനിടയിലായിട്ട് കോട്ട്ലിയഡനും സ്റ്റെം ടിപ്പായ പ്ലൂമ്യൂളിനും ഇടയിലുള്ള ഭാഗത്തെ
എപ്പികോട്ടൈലെന്നും കോട്ട്ലീഡനും റാഡിക്കലിനും ഇടയിലുള്ള പാർട്ടിനെ ഹൈപ്പോകോട്ടൈലെന്നും പറയും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോയിൻറ്റ്സ് ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ. എപ്പികോട്ടൈൽ ആൻഡ് ഹൈപ്പോകോട്ടൈൽ. ദെൻ റാഡിക്കലിൻ്റെ ടിപ്പിനെ റൂട്ട് ടിപ്പ് എന്ന് പറയാം. റൂട്ട് ടിപ്പ് റൂട്ട് ക്യാപ്പ് കൊണ്ട് കവർ ചെയ്തിരിക്കും. ഇനി മോണോകോട്ട് എംബ്രിയോയിൽ നിന്ന് ഡൈക്കോട്ട് എംബ്രിയോയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ പ്ലൂമ്യൂളിനെയും റാഡിക്കലിനെയും പൊതിഞ്ഞ് പ്രൊട്ടക്റ്റീവ് ഷീറ്റ്സ് ഉണ്ട്. കോളിയോപ്റ്റൈൽ ആൻഡ് കോളിയോറൈസ എന്ന് വിളിക്കപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ഷീറ്റ്സ് ഉണ്ട്. പിന്നെ ഒറ്റ കോട്ട്ലീഡനേ ഉള്ളൂ. അത് ടെർമിനലി പ്ലേസ്ഡ് ആയിരിക്കും. സ്ക്യൂട്ടല്ലം എന്ന് വിളിക്കും. പിന്നെ ഒരു പ്രോട്ടീൻ ലെയർ കാണും സൈഡ് വൈസ് ആയിട്ട്. ഒരു അലിറോൺ ലെയർ എന്ന് പറയും. അത് പിന്നെ മിക്കവാറും എൻഡോസ്പേമിൻ്റെ ഔട്ടർ ലെയറായിട്ടായിരിക്കും കാണുക. ഇനി മോണോകോട്ട് എംബ്രിയോയിൽ എൻഡോസ്പേം എന്ന് പറയുന്നത് നിറയെ സ്റ്റാർച്ച് കൊണ്ട് നിറഞ്ഞിരിക്കും. സ്റ്റാർച്ചി എൻഡോസ്പേമാണ്. പിന്നെ എന്താ പറയുക, പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് സൈഡ് വൈസ് ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇവിടെ ചെറിയ തെറ്റുകളുണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഓർക്കുക. ഇവിടെ ഉദ്ദേശിച്ചത് നമ്പർ ഓഫ് കോട്ട്ലീഡൻസ് ആണ്. നമ്പർ ഓഫ് കോട്ട്ലീഡൻ എന്ന് പറയുന്നത് ഇവിടെ ഡൈക്കോട്ടിൽ 2ഉം മോണോകോട്ടിൽ 1ആണ്. അതിൻ്റെ പേര് സ്ക്യൂട്ടല്ലം. പിന്നെ പ്ലൂമ്യൂളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡൈക്കോട്ടിനെ സംബന്ധിച്ച് ടെർമിനൽ പൊസിഷനിലാണ് കാണപ്പെടുക. എന്നാൽ മോണോകോട്ടിൽ സൈഡ് വൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു, ലാറ്ററലി ആണ്. പിന്നെ കോട്ട്ലീഡിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഡൈക്കോട്ടിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ലാറ്ററലി ആണ്. എന്നാൽ ഒറ്റ കോട്ട്ലീഡനുള്ള മോണോകോട്ട്സിൽ അത് ടെർമിനൽ പൊസിഷനിൽ കാണും. പിന്നെ കോളിയോപ്റ്റൈലും കോളിയോറൈസയും മോണോകോട്ടിൽ മാത്രമേ ഉള്ളൂ, ഡൈക്കോട്ടിലില്ല. സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത് മോണോകോട്ടിലേ ഉള്ളൂ, ഡൈക്കോട്ടിലില്ല. സസ്പെൻസർ കമ്പയർ ചെയ്യുമ്പോൾ മോണോകോട്ടിലെ എംബ്രിയോയെക്കാളും സസ്പെൻസർ വലുതായിരിക്കും ഡൈക്കോട്ടിൽ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഓവ്യൂള് ചില മോഡിഫിക്കേഷൻസൊക്കെ അകത്ത് നടന്നു. അപ്പോൾ നമ്മളതിനെ വിളിക്കുക സീഡെന്നാണ്. ഒരു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ് സീഡ്. അപ്പോൾ സീഡിനകത്ത് എന്തൊക്കെയുണ്ട്? സീഡെന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ് സീഡെന്ന് പറഞ്ഞാൽ. അതിൽ എംബ്രിയോ ഉണ്ട്, എൻഡോസ്പേം ഉണ്ട്, പിന്നെ ഇതെല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു കവറുണ്ട്. എന്താണ്? സീഡ് കോട്ട്. 3 ഭാഗങ്ങളാണ് ഒരു സീഡിനുള്ളത്. എന്തൊക്കെയാണ്? ദ 3 പ്രൈമറി പാർട്സ് ഓഫ് എ സീഡ് ആർ കോൾഡ് എംബ്രിയോ, എൻഡോസ്പേം ആൻഡ് സീഡ് കോട്ട്. സീഡായി മാറിയത് ഏത് പാർട്ടായിരുന്നു? ഓവ്യൂളാണ്. ഓവ്യൂളിൻ്റെ കവർ എന്തായിരുന്നു? ഇൻറ്റഗ്യുമെൻസ് ആണ്. സോ ഇൻറ്റഗ്യുമെൻസ് ആണ് സീഡിൻ്റെ കവറായി മാറുന്നത്. ഇൻറ്റഗ്യുമെൻസ് 2 എണ്ണം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടല്ലോ, ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ്. ഔട്ടർ ഇൻറ്റഗ്യുമെൻറ്റ് സീഡിൻ്റെ ഔട്ടർ പാർട്ടായ ടെസ്റ്റയായി മാറുന്നു. ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ് സീഡ് കോട്ടിൻ്റെ ഇന്നർ പാർട്ടായ ടെഗ്മനായി മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓവ്യൂളായിരിക്കുമ്പോൾ ഓവ്യൂളിൻ്റെ കവറിങ് ഇൻറ്റഗ്യുമെൻ്റാണ്. ഒരു ഭാഗത്ത് ഓവ്യൂളിൽ ഇൻറ്റഗ്യുമെൻ്റ് കൊണ്ട് കവർ ചെയ്യുന്നില്ല, അതിനെ മൈക്രോപൈൽ എന്ന് പറയുന്നു. ആ മൈക്രോപൈൽ സീഡാകുമ്പോഴും നിലനിൽക്കും. കാരണം ഓവ്യൂള് സീഡായി മാറുമ്പോൾ ഇൻറ്റഗ്യുമെൻ്റ് തന്നെയാണ് സീഡ് കോട്ടായി മാറുന്നത്. അവിടെ മൈക്രോപൈലിലൊന്നും സംഭവിക്കുന്നില്ല മാറ്റം. സോ മൈക്രോപൈൽ റിമൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു സീഡിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? എംബ്രിയോ, എൻഡോസ്പേം ആൻഡ് സീഡ് കോട്ട്. ഇനി ഒരു എംബ്രിയോയുടെ ഭാഗം എന്തൊക്കെയാണ്? റാഡിക്കിൾ, പ്ലൂമ്യൂൾ ആൻഡ് കോട്ട്ലീഡൻസ്. അത് ഡൈക്കോട്ടിലാണെങ്കിൽ റാഡിക്കിളും പ്ലൂമ്യൂളും 2 കോട്ട്ലീഡൻസും ഉണ്ടാകും. പിന്നെ എപ്പികോട്ടൈൽ ആൻഡ് ഹൈപ്പോകോട്ടൈൽ ഉണ്ടാകും. മോണോകോട്ടിലാണെങ്കിൽ ഒറ്റ കോട്ട്ലീഡനേ ഉള്ളൂ, റാഡിക്കിളും പ്ലൂമ്യൂളും ഉണ്ട്. 2നെയും കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഷീത്തുണ്ട്. റാഡിക്കിളിനെ കവർ ചെയ്യുന്ന ഷീത്തിനെ എന്ത് വിളിക്കും? കോളിയോറൈസ എന്നും പ്ലൂമ്യൂളിനെ കവർ ചെയ്യുന്ന ഷീത്തിനെ കോളിയോപ്റ്റൈൽ എന്നും വിളിക്കും. ഓർമ്മയുണ്ടല്ലോ? ഇനി നമ്മൾ സീഡിൻ്റെ 2 തരമാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ്, ഒന്നുകൂടി പറയുകയാണ്. ആൽബുമിനസ് സീഡ്സ്
or endospermous seeds and X-albuminous or non-endospermous seeds. എന്താണ് ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ? വളരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായ ഫുഡ് എൻഡോസ്പേമിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സീഡ്സാണ് ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കോട്ട്ലീഡൻ ഉണ്ട്, പക്ഷേ അത് തിൻ ആൻഡ് പേപ്പറി ആയിരിക്കും. പ്രൈം ഡ്യൂട്ടി അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഡ്യൂട്ടി അലോട്ട് ചെയ്തിരിക്കുന്നത് ആർക്കാണ്? എൻഡോസ്പേമിനാണ്. എൻഡോസ്പേം അല്ലെങ്കിൽ എൻഡോസ്പേം ഉപയോഗിച്ച് കഴിയുകയോ അല്ലെങ്കിൽ ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് കോട്ട്ലീഡനിൽ ആ ജോലി വരിക. സോ നോർമലി സീഡ്സ് ആർ സ്റ്റോറിങ് ഫുഡ് ഇൻ എൻഡോസ്പേം. സോ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത് എൻഡോസ്പേമിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നവയാണ്. എന്ന് പറഞ്ഞാൽ അവ മെച്യൂറായി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സീഡ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെയും എൻഡോസ്പേം നിലനിൽക്കുന്ന സീഡ്സാണ് ആൽബുമിനസ് സീഡ്സ്. സോ ആൽബുമിനസ് സീഡ്സ് retain or restores some part of the endosperm during the embryonic development. Example, maize, barley, castor, sunflower, etc. Endospermic seeds are those which seed endosperm is located outside of cotyledons and cotyledons are tiny or leafy. അവിടെ എന്തുകൊണ്ടാണ് കോട്ട്ലീഡൻ അങ്ങനെ ടൈനി ആൻഡ് ലീഫി ആയിട്ടിരിക്കുന്നത്? കാരണം ഫുഡ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ എൻഡോസ്പേം ഉണ്ട്. ആ എൻഡോസ്പേം ഡെവലപ്പ് ചെയ്ത സമയം തൊട്ട് സീഡിൻ്റെ കൂടെ ഉണ്ട്, സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയം വരെ. ഓക്കെ, സോ സച്ച് സീഡ്സ് ആർ കോൾഡ് ആൽബുമിനസ് സീഡ്സ് അല്ലെങ്കിൽ എൻഡോസ്പേമസ് സീഡ്സ്. ഇനി നോൺ ആൽബുമിനസ് സീഡ്സ് ഓർ എക്സ് ആൽബുമിനസ് സീഡ്സ് എന്തെന്ന് നോക്കാം. അവിടെയും സ്റ്റോർഡ് ഫുഡ് ആദ്യം എൻഡോസ്പേം ഉണ്ടാകും, പക്ഷേ ആ എൻഡോസ്പേം ഫുള്ളി കൺസ്യൂം ചെയ്യും. സീഡിൻ്റെ മെച്യൂരിറ്റി ആകുന്നത് വരെ ചിലപ്പോൾ അത് നിലനിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ സീഡ് മെച്യൂറാകുമ്പോഴും ഫുഡ് വേണമല്ലോ. അങ്ങനെയുള്ള സീഡിലാണ് കോട്ട്ലീഡനിൽ കൂടി ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. എൻഡോസ്പേം അങ്ങ് കൺസ്യൂം ചെയ്യും, പക്ഷേ ബാക്കി ഫുഡ് എവിടേക്ക് വരും? പിന്നെ സ്റ്റോറിങ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന ഡ്യൂട്ടി ആർക്ക് കിട്ടും? കോട്ട്ലീഡനിന് കിട്ടും. സോ വാട്ട് ആർ നോൺ ആൽബുമിനസ് എക്സ് ആൽബുമിനസ് സീഡ്സ്? സീഡ്സ് വിച്ച് ഹാവ് സ്റ്റോർഡ് ഫുഡ് ആൻഡ് കോട്ട്ലീഡൻസ് ഇൻ എ സ്പെഷ്യൽ സ്ട്രക്ചർ കോൾഡ് kernel. It refers to those seeds that consume the entire endosperm during embryonic development and does not remain until the embryo is mature. എംബ്രിയോ മെച്യൂർ ആകാൻ പിന്നീട് ഫുഡ് ആവശ്യം വരും. അങ്ങനെയുള്ള സീഡിൽ അപ്പോൾ എംബ്രിയോയ്ക്ക് എൻഡോസ്പേം ഇല്ലാത്തതുകൊണ്ട് എവിടേക്ക് ഫുഡ് സ്റ്റോർ ചെയ്യും? കോട്ട്ലീഡൻസ്. ഓക്കെ, സോ ദേ ആർ കോൾഡ് നോൺ എൻഡോസ്പേമസ് സീഡ്സ്. കോട്ട്ലീഡൻ സീഡ്സ് എന്ന് വിളിക്കും. കാരണം കോട്ട്ലീഡനിൽ ആഹാരം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടാണ് കോട്ട്ലീഡൻ സീഡ്സ് എന്ന് കരുതി അവയ്ക്ക് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻഡോസ്പേം ഉണ്ടായിരുന്നു, അത് ഫുള്ളി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫോർ ദോസ് വിച്ച് സീഡ് എൻഡോസ്പേം ഈസ് അബ്സോർബ്ഡ് ബൈ കോട്ട്ലീഡൻസ് ആൻഡ് ഹെൻസ് കോട്ട്ലീഡൻസ് ആർ സ്വളൻ. എക്സാമ്പിൾ, ബീൻ സീഡ്. മിക്കവാറും ഡൈക്കോട്ട് സീഡ്സ് ഒക്കെ എക്സ് ആൽബുമിനസ് സീഡ്സ് ആണ്, അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമസ് സീഡാണ്. പയറുവർഗ്ഗങ്ങൾ നമുക്ക് ഉദാഹരണം പറയാം. എന്നാൽ ഡൈക്കോട്ട്സിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ എൻഡോസ്പേമസ് സീഡ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ അതായത് ആൽബുമിനസ് സീഡിന് എക്സാമ്പിളായിട്ട് പറഞ്ഞ സൺഫ്ലവർ, അതൊരു ഡൈക്കോട്ട് പ്ലാന്റ് ആണ്, പക്ഷേ അതിൽ എക്സെപ്ഷണൽ കേസാണ്, അത് എൻഡോസ്പേമസ് സീഡാണ്. അപ്പോൾ നോൺ എൻഡോസ്പേമസ് ആൻഡ് എൻഡോസ്പേമസ് സീഡ്സ് മനസ്സിലായല്ലോ. നോക്കാം നമുക്ക്. എക്സ് ആൽബുമിനസ് ഡൈക്കോട്ട് സീഡ്സും ആൽബുമിനസ് ഡൈക്കോട്ട് സീഡ്സും ആൽബുമിനസ് മോണോക്കോട്ട് സീഡ്സും. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സെപ്ഷണൽ കേസാണിത്. സാധാരണ ആൽബുമിനസ് അല്ല ഡൈക്കോട്ട്, ഇത് എക്സെപ്ഷണൽ കേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ജനറലി ഡൈക്കോട്ട് എക്സ് ആൽബുമിനസും മോണോക്കോട്ട് ആൽബുമിനസുമാണ്. എന്നാൽ
ചില കേസിൽ ഡൈക്കോട്സിൽ ആൽബുമിനസ് സീഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എൻഡോസ്പേമിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സീഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കാസ്റ്റർ. ഇത് മെയ്സ്, പിന്നെ റൈസ്, വീറ്റ്, ഇതിലൊക്കെ ആൽബുമിനസ് മോണോകോട്ട് സീഡ്സാണ്. എക്സ് ആൽബുമിനസ് ഡൈക്കോട്ട് സീഡിന് എക്സാമ്പിളാണ് ബീൻസ് ഒക്കെ. ഓക്കെ, ക്ലിയറായിട്ട് കാണിക്കാം. വേണ്ട, ഇവിടെ സീഡ് കോട്ട് കാണാം, അതുപോലെ അതിൻ്റെ ഇമ്മെച്വർ ലീവ്സ് കാണാം, പിന്നെ ഹൈപ്പോക്കോട്ടൈൽ, അതായത് റാഡിക്കിളിനും കോട്ട്ലീഡിനും ഇടയിലുള്ള ഭാഗമായ ഹൈപ്പോക്കോട്ടൈൽ കാണാം, എപ്പിക്കോട്ടൈൽ കാണാം, പ്രോപ്പർ എംബ്രിയോ കാണാം, അതിൽ കോട്ട്ലീഡൻസ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ട്ലീഡൻസ് കാണാം. കണ്ടില്ലേ? ഇവിടെയും അത് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പുറമേയും അകത്തുമുള്ളത്. ഇനി ഇവിടെ ഒരു ഡിപ്രഷൻ കാണുന്നുണ്ടല്ലോ, ഈ ഡിപ്രഷനാണ് ഹൈലം എന്ന് പറയുന്നത്. ഈ ഡിപ്രഷനിലായിരിക്കും എന്ത് കാണുക? അതിനോടടുത്തായിരിക്കും മൈക്രോപൈൽ കാണുക. ഓക്കെ, ഇതൊരു മോണോകോട്ട് സീഡാണ്. ഇവിടെ സിംഗിൾ കോട്ട്ലീഡനായ സ്ക്യൂട്ടല്ലമാണിത്. സ്ക്യൂട്ടല്ലത്തിൽ എംബഡ് ചെയ്ത രീതിയിലാണ്, അല്ലെങ്കിൽ സ്റ്റാർച്ചി എൻഡോസ്പമാണ് ഫില്ല് ചെയ്തിരിക്കുക. അതിനൊരു നേർത്ത ലെയർ പ്രോട്ടീനുണ്ട്, അതിൻ്റെ പേരെന്താണ്? അലിറോൺ ലെയർ. പിന്നെ പ്രോപ്പർ എംബ്രിയോ ആണിത്. അതിന് റാഡിക്കിളും പ്ലിമ്യൂളുണ്ട്. ഇത് പ്ലിമ്യൂളാണ്. പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്ന പാർട്ട് കോളിയോപ്റ്റൈലെന്നും റാഡിക്കിളിനെ കവർ ചെയ്യുന്ന ഷീറ്റിനെ കോളിയോറൈസ എന്നും പറയുന്നു. പിന്നെ ഇതിൽ സ്റ്റാർച്ചി എൻഡോസ്പേമാണ് ഈ ഇതിലുള്ളത്. ഇതൊരു എൻഡോസ്പേമസ് സീഡാണ്. ഓക്കെ, ഇതൊരു മെയ്സ് സീഡാണ്, ചോളത്തിൻ്റെ സീഡാണ് കാണുന്നത്. കാണാമല്ലോ, ഇത് പെഡിസെൽ കാണാം, അതിൽ ആ ജേം സെൽ, അതായത് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ കാണാം. പിന്നെ ഇതിൻ്റെ പുറമേയുള്ള വ്യൂ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരിക്കുന്നുള്ളേ ഉള്ളൂ. ഓക്കെ, സെക്ഷണൽ വ്യൂ ആണെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് സീഡാണ് നമ്മൾ പറയുന്നത്. ഡൈക്കോട്ട് സീഡിൽ സീഡ് കോട്ടുണ്ട്, രണ്ടിലും സീഡ് കോട്ടുണ്ട്. ഡൈക്കോട്ട് സീഡിലാണെങ്കിൽ ടെസ്റ്റൈൻ ടെഗ്മെന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. എന്നാൽ മോണോകോട്ട് സീഡിൽ ടെസ്റ്റൈൻ ടെഗ്മെന് ചിലപ്പോൾ ഫ്രൂട്ട് വാളായ പെരിക്കാർപ്പുമായിട്ട് ഫ്യൂസ് ചെയ്ത് കാണാം. അതാണ് മിക്കവാറും കാണുക. സീഡ് കോട്ട് വിൽ ബി കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് വിത്ത് ദ പെരിക്കാർപ്പ്. വാട്ട് ഈസ് പെരിക്കാർപ്പ്? ഫ്രൂട്ട് വാൾ. ഇനി ഡൈക്കോട്ട് സീഡിൽ 2 കോട്ട്ലീഡനുണ്ട്, മോണോകോട്ട് സീഡിൽ ഒറ്റ കോട്ട്ലീഡൻ, അതിൻ്റെ പേര് സ്ക്യൂട്ടല്ലം. ഡൈക്കോട്ട് സീഡിൽ സാധാരണ എൻഡോസ്പേം മെച്വറായിരിക്കുന്ന സീഡിൽ കാണത്തില്ല. എന്നാൽ മോണോകോട്ട് സീഡിൽ നിറയെ എൻഡോസ്പേം കാണും. പിന്നെ റാഡിക്കലിനെയും പ്ലിമ്യൂളിനെയും പൊതിഞ്ഞ് പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഒന്നും തന്നെ ഡൈക്കോട്ട് സീഡിലില്ല. എന്നാൽ മോണോകോട്ട് സീഡിൽ കോളിയോപ്റ്റൈലെന്നും കോളിയോറൈസ എന്നും പറയുന്ന ഷീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചില സീഡ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഓവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത മാസ് ഓഫ് ടിഷ്യൂവിനെ പറ്റി പഠിച്ച ഓർമ്മയുണ്ടോ? ന്യൂസെല്ലസ്. ചില ചെടികളിൽ ഈ ന്യൂസെല്ലസ് ഈ ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞും, അതായത് സീഡായി കഴിഞ്ഞും നിലനിൽക്കാം. അതായത് പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കാം. അതിനെ പേഴ്സിസ്റ്റൻ്റ് ന്യൂസെല്ലസ് എന്ന് വിളിക്കും. അപ്പോൾ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂസെല്ലസ് ഉള്ള സീഡ്സാണ് പെപ്പർ, അതുപോലെ ബീറ്റ് ഒക്കെ. ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലും ഒക്കെ അതിൻ്റെ സീഡ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്താൽ അറിയാം. അതിൽ പെരിസ്പേം എന്ന് പറയുന്ന പാർട്ട്, പെരിസ്പേം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ന്യൂസെല്ലസ് ആണ്. നമ്മൾ ഓരോന്നിനും പേരുകൾ മാറ്റി മാറ്റി പറഞ്ഞല്ലോ. ഓവ്യൂള് സീഡായി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ പോലെ ലേറ്റർ സ്റ്റേജിൽ, അതായത് സീഡായി മാറിക്കഴിഞ്ഞും ന്യൂസെല്ലസിൻ്റെ ഭാഗം റിമെയിൻ ചെയ്യുന്നത് കൊണ്ട് ആ റിമെയിൻ ചെയ്യുന്ന ഭാഗത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് പെരിസ്പേം.
ഓർക്കുമല്ലോ, 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഇവിടെ കാണാം, നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റ്. പെരിസ്പേം കാണാം, കണ്ടില്ലേ? ഇതാണ് ആ പെരിസ്പേം. ഇത് ബീറ്റിലെ കേസാണ്. ഇത് 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർക്കാം. ഒന്ന് ബ്ലാക്ക് പെപ്പർ, മറ്റൊന്ന് ബീറ്റ്. വാട്ട് ഈസ് പെരിസ്പേം? ഇറ്റ് ഈസ് ദ റംനൻ്റ് ഓഫ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിൻ്റെ ബാക്കി അല്ലേ? ഓക്കെ. ഇനി എന്താണ് പെരിസ്പേം, എന്താണ് എൻഡോസ്പേം? രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്, വ്യത്യസ്തമായ കാര്യങ്ങളാണ് അല്ലേ? എന്താണ് പെരിസ്പേം? പെരിസ്പേം എന്ന് പറയുന്നത് ന്യൂസെല്ലസ് റിമൈൻ ചെയ്യുന്നതാണ്. സീഡിൽ ന്യൂസെല്ലസ് പെർസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. എന്നാൽ എൻഡോസ്പേം എന്ന് പറഞ്ഞാലോ? എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ ന്യൂട്രറ്റീവ് ടിഷ്യൂ ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലേ? ഇനി പെരിസ്പേം കാണപ്പെടുന്ന എവിടെയാണ്? ഒരു സീഡിനകത്താണ്. സീഡിൻ്റെ പാർട്ടായിട്ടാണ് കാണുന്നത്. അതിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഒരു ന്യൂസെല്ലസ് ടിഷ്യൂ എന്ന് പറഞ്ഞ് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ എൻഡോസ്പേമിനൊരു ജോലിയുണ്ട്. എന്താണ്? ഫുഡ് സ്റ്റോർ ചെയ്യുക അല്ലേ? സാധാരണഗതിയിൽ പെരിസ്പേം എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടാണ് കാണുക. എന്നാൽ എൻഡോസ്പേം അതിൽ ന്യൂട്രിയൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നുകിൽ ഫ്ലൂയിഡ് ഫോമിലോ അല്ലെങ്കിൽ സോഫ്റ്റായിട്ടൊക്കെ കാണും. ഇനി എക്സാമ്പിൾ ചോദിക്കാം. പെരിസ്പേമുള്ള സീഡ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പെപ്പർ, ബ്ലാക്ക് പെപ്പർ, ബീറ്റ്. എക്സാമ്പിൾ പറയാം. ഇനി എൻഡോസ്പേം എന്ന് പറയുന്ന എക്സാമ്പിൾ ഏതാണ്? ഏത് തരം സീഡ് എടുത്താലും അതിലിപ്പോൾ മോണോക്കോട്ട് സീഡാണെങ്കിൽ പ്രത്യേകിച്ചും എൻഡോസ്പേമസ് സീഡാണ്. കോക്കനട്ട് യങ് സ്റ്റേജിൽ പീലും ഒക്കെ എൻഡോസ്പേം കാണാം. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റായിട്ട് 2 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, മറ്റൊന്ന് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? സീഡിനുള്ളിലാണ്. അപ്പോൾ സീഡിൻ്റെ സ്ട്രക്ചറും പഠിച്ചു. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കാം. പരീക്ഷകളൊക്കെ എല്ലാവരും എഴുതണം. നോട്ട്ബുക്ക് 2nd ചാപ്റ്ററിൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്തോണം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആ ആഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാനൊരു ഡേറ്റ് പറയും. അന്ന് നിങ്ങൾ ഈ നോട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. കംപ്ലീറ്റ് നോട്ട് എഴുതുക, എല്ലാം പഠിക്കുക, സംശയങ്ങളൊക്കെ ചോദിക്കുക. താങ്ക് യു.